നമസ്കാരം. ഐഡിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയർവാളിൻ്റെ സിസ്കോയുടെ ഫയർവെയർ 1000 സീരീസിലെ ഫയർവാളിന് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ ലൈസൻസ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫിസിക്കലി ഫയർവാൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ ഫയർവാളിനെ നമ്മൾ ഇനി ടേൺ ഓൺ ചെയ്തിട്ട് അത് കൺസോൾ മുഖേന കണക്ട് ചെയ്യും. അതായത് ഇവിടെ നമുക്ക് സീരിയൽ കേബിൾ കണക്റ്റഡ് അല്ല, കാരണം വെച്ചാൽ നമ്മൾ ഫയർവാൾ ഓൺ ആക്കിയിട്ടില്ല. സോ ഞാനത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ടെറാടാം, അതായത് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ടെറാടാം. അത് പുട്ടി അതുപോലത്തെ എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ പെട്ടൊരു ആപ്ലിക്കേഷനാണ് ടെറാടാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സീരിയൽ പോർട്ട് ത്രൂ നമുക്കതിനെ കണക്ട് ചെയ്ത് കോൺഫിഗർ ചെയ്യാം. സോ ഞാനിപ്പോൾ ഫയർവാൾ ഓൺ ചെയ്തിട്ട് നമുക്കത് കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ടെറാടാം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ പോർട്ടിൽ നമുക്ക് നമ്മുടെ ഫയർവാൾ കണക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മളത് പ്രസ് ചെയ്യാം. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബൂട്ടിംഗ് പ്രോസസ്സ് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിലുള്ള iOS ബൂട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് വന്നതിന് ശേഷം നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഇതിന് കുറച്ച് സമയമുണ്ട് ഇപ്പം. സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫയർവാൾ അപ്പായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റേഷന് 1 by 1 ആയിട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ലൈസൻസ് ആക്ടിവേഷനും ചെയ്യാം. നമ്മൾ പ്രിവിലേജ് മോഡിലും ഗ്ലോബൽ മോഡിലൊക്കെ കയറണം. ഓക്കെ, ഇനി നമ്മൾ ഇൻ്റർഫേസിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. എന്താണ് ഇൻ്റർഫേസിൻ്റെ സ്റ്റാറ്റസുകൾ നോക്കാം. സോ ഇൻ്റർഫേസ് ബ്രൈഫ് പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് സ്റ്റാറ്റസ്. ഇവിടെ നോക്കാം, നമുക്ക് ഇൻ്റർനെറ്റ് 1 and 2 and 3 എല്ലാം ഡൗൺ ആണ്, സ്റ്റാറ്റസ് ഡൗൺ ആണ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് കൺസോൾ ത്രൂ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പോർട്ടിനെ വാൻ പോർട്ടാക്കി മാറ്റണം. അതായത് ഔട്ട്സൈഡ് ഇൻ്റർഫേസ് ആയിട്ട് മാറ്റിയിട്ട് അതിൽ നമ്മൾ ഒരു പബ്ലിക് IP അഡ്രസ്സോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ റൗട്ടറിൽ നിന്ന്, അതായത് ISP തന്ന റൗട്ടറിൽ നിന്ന് ഒരു ഇൻ്റർനെറ്റ് സപ്പോർട്ട് ആക്സസ് ആകുന്ന ഒരു IP അഡ്രസ്സ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ വെച്ചാൽ കോൺഫിഗറേഷൻ മോഡിലോട്ട് പോകുന്നു. കോൺഫിഗറേഷൻ മോഡിൽ പോയിട്ട് കോൺഫിഗറേഷൻ ഇൻ്റർഫേസ് നമ്മൾ ഇൻ്റർഫേസ് സെലക്ട് ചെയ്യുന്നു. ഇൻ്റർഫേസ് ഇഥർനെറ്റ് 1/1. ഇവിടെ നമ്മൾ ഈ ഇഥർനെറ്റ് 1/1നെ നമ്മൾ വാൻ പോർട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ റൗട്ടിങ് നമുക്ക് എനേബിൾ ആവണം. ബേസിക്കലി ഈ എല്ലാ പോർട്ടിലും നമുക്ക് റൗട്ടിങ് ഡിസേബിൾ ആയിട്ട് ഉണ്ടാവുക, കാരണം ജസ്റ്റ് സ്വിച്ച് ബോർഡായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു വാൻ പോർട്ടിൽ നമുക്ക് റൗട്ടിങ് എനേബിൾ ആവണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസും അതുപോലെ തന്നെ പുറത്തുള്ള നെറ്റ്വർക്കിനായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റൗട്ടിങ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് ബോർഡ് അല്ല എന്ന് പറയുന്നത്, അത് നോൺ സ്വിച്ച് ബോർഡ് എന്ന് കോൺഫിഗർ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ ആ ഇൻ്റർഫേസിന് ഒരു നെയിം കൊടുക്കണം. നെയിം ഔട്ട്സൈഡ് ഇൻ്റർഫേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇൻ്റർഫേസിൻ്റെ സെക്യൂരിറ്റി ലെവൽ നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ അത് സെക്യൂരിറ്റി ലെവൽ എപ്പോഴും ഔട്ട്സൈഡ് ഇൻ്റർഫേസിനാണ് മാക്സിമം സെക്യൂരിറ്റി വേണം നമുക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിജിറ്റ് 0 ആണ് കൊടുക്കുന്നത്, അത് മാക്സിമം സെക്യൂരിറ്റി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് IP അഡ്രസ്സാണ് വേണ്ടത്, ഇവിടെ നമുക്ക് സ്റ്റാറ്റിക് IP അഡ്രസ്സും കൊടുക്കാം, അതല്ല DHCP IP അഡ്രസ്സും കൊടുക്കാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരു DHCP IP ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസിബിൾ ഉള്ള റൗട്ടറിന് ഒരു DHCP IP ആണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അത് DHCP റിസീവ് ചെയ്യണം എന്നുള്ളതിനാണ് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. DHCP സെറ്റ് റൗട്ടർ എത്ര കമാൻഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോർട്ട് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ ആയിട്ട് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട് കണക്ട് ചെയ്തിട്ടില്ല. അത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിതിൽ ഈ സ്വിച്ച് പോർട്ടിൽ, അതായത് ഇവിടെ എല്ലാം, അതായത് ഈ എല്ലാ പോർട്ടും ഡൗൺ ആണ് സ്റ്റാറ്റസ്. സോ ഞാൻ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നെറ്റ്വർക്ക് കണക്ഷന്, അതായത് നമ്മളെ ഇൻ്റർനെറ്റ് ആക്സസ് റൗട്ടറിന് ISP റൗട്ടറിൽ നിന്ന് ഒരു കേബിൾ എടുത്തിട്ട് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് എന്താ നമുക്ക് നോക്കാം. ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി പോർട്ട് 1 നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇൻ്റർനെറ്റ് വരുന്ന ഒരു ഇൻ്റർനെറ്റ് റൗട്ടറിൽ നിന്ന് വരുന്ന ഒരു കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്യുന്നു, ഒരു കേബിൾ കണക്ട് ചെയ്യുന്നു. അവിടെ ഇൻ്റർഫേസ് അപ്പായിട്ടുണ്ട്. നമുക്ക് കൊണ്ട് ഇൻ്റർഫേസിൻ്റെ സ്റ്റാറ്റസ് നോക്കും എന്താണെന്നുള്ളത്. സോ ഇവിടെ നമുക്ക് പുതിയൊരു IP റിസീവ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 192.168.40 എന്ന IP ഇൻ്റർഫേസിന് അസൈൻ ആയിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ശ്രമിക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആണോ ഇല്ലയോ നോക്കുക. കാരണം നമുക്ക് ഓൾറെഡി ഇൻ്റർനെറ്റിൻ്റെ IP അഡ്രസ്സ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആണോ ഇല്ലയോ നോക്കുക. ഇപ്പോഴും നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആയിട്ടുണ്ട്, കാരണം വെച്ചാൽ ഓൾറെഡി ഇത് സ്റ്റാറ്റിക് റൗട്ടിങ്, ഈ റൗട്ടിങ് എനേബിൾ ആയിട്ടുണ്ട്. നമുക്കിവിടെ IP റൗട്ട്
ഷോ റൗട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ റൗട്ടിംഗ് സ്റ്റാറ്റിക് റൗട്ടിംഗ് കൊണ്ട് എനേബിൾ ആയിട്ടുണ്ട്. സ്റ്റാറ്റിക് റൗട്ടിംഗ് കൊണ്ട് നമുക്ക് കണക്റ്റഡ് നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാറ്റിക് റൗട്ടിംഗ് വന്നിട്ട് ഏത് നെറ്റ്വർക്കിൽ നിന്ന് ഏത് വന്നാലും, അതായത് ഏത് നെറ്റ്വർക്കും ഏത് സബ്നെറ്റിൽ നിന്ന് വന്നാലും ഇത് നമ്മുടെ റൗട്ടറിൻ്റെ IP അഡ്രസ്സാണ്. അതായത് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന റൗട്ടറിൻ്റെ IP അഡ്രസ്സാണ് ഇത്. അപ്പോൾ ആ ഇൻ്റർഫേസ് നമ്മൾ ഔട്ട്സൈഡ് ഇൻ്റർഫേസിലാണ് ഇത് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റഡ് നെറ്റ്വർക്ക് കാണാൻ പറ്റും. 80.cdsലാണ് നമ്മൾ ഈ 80.cds നെറ്റ്വർക്ക് നമ്മുടെ കണക്ട് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ഔട്ട്സൈഡ് ഇൻ്റർഫേസ് എന്ന് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തുകൊണ്ടാണ്. പിന്നെ വരുന്നത് ഇത് ഈ ഒരു IP അഡ്രസ്സാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇതിനായിട്ട് /1 ഇൻ്റർഫേസിന് കിട്ടിയിരിക്കുന്ന IP അഡ്രസ്സാണ്. സോ നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആണോ. അത് ഗൂഗിളിൻ്റെ IP അഡ്രസ്സാണ്. നമ്മൾ ഗൂഗിൾ വെച്ചിട്ട് IP ആക്സസിബിൾ ആണ്. ഇനി അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ എവിടെയാണോ കോൺഫിഗർ ചെയ്തത് അല്ലെങ്കിൽ ബാക്കപ്പ് എവിടെയാണോ നോക്കുക. ആക്ച്വലി ഞാൻ ഈ PC-യിലാണ് ഇതിന് ബാക്കപ്പ് വെച്ചിട്ടുള്ളത്. ഈ പുതിയ സോഫ്റ്റ്വെയർ നമുക്ക് സിസ്കോയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സ്മാർട്ട് അക്കൗണ്ട് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ഫേംവെയറും പുതിയ സോഫ്റ്റ്വെയറൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയറാണ് ഇത്. ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് TFT സെർവർ ആക്കിയിട്ട് വേണം കോൺഫിഗർ ആണ്. ഫയർവാളിൽ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം TFT സെർവർ ത്രൂ പറ്റുള്ളൂ. അതിനു വേണ്ടി ഞാൻ വേറൊരു സോഫ്റ്റ്വെയർ കൂടി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗൂഗിൾ പോയി കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നതാണ്. TFTP. ഇത് ഈ സെയിം നെയിം എഴുതുക, ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് സെറ്റപ്പ് ഫയൽ കിട്ടും. അതിനുശേഷം സെറ്റപ്പ് ഫയൽ എടുത്തിട്ട് എല്ലാം ആഡ് ചെയ്ത് വെക്കുക. ജസ്റ്റ് നെക്സ്റ്റ് ഫിനിഷ് അടിക്കുന്നു. അതിനുശേഷം നമ്മൾ TFTP ഇവിടെ ഐക്കൺ വന്നു. സോ ഇത് ഓൺ ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്തിട്ട് ബ്രൗസ് ചെയ്തിട്ട് എവിടെയാണോ ഫയലുള്ളത് കാണിച്ചു കൊടുക്കുക. എവിടെയാണെങ്കിൽ അത് കോപ്പി ചെയ്തിട്ടുള്ളത് വെച്ചാൽ ആ ഫയൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫോൾഡർ നെയിം കാണിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഷോ ഡയറക്ടറി അടിച്ച് നമുക്ക് ഫയൽ ഇവിടെ കാണിക്കേണ്ട. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയൽ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എന്നിട്ട് അത് മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും എന്താ ചെയ്യുക, ഈ പറയപ്പെട്ട ഞാനിപ്പോൾ കൺസോൾ ത്രൂ കണക്ട് ചെയ്ത ലാപ്ടോപ്പ് നമുക്ക് അത് ഫയർവാളിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റണം. അല്ലാതെ തന്നെ നമുക്ക് ഒരിക്കലും TFTP സെർവർ റൺ ആയി കിട്ടില്ല. സോ അതിന് വേണ്ടി നമ്മൾ ഫയർവാൾ PC-യുടെ IP അഡ്രസ്സ് എന്താ നോക്കുക. ഇത് വരുന്നത് 84 ആണ്. 80.84 നമുക്ക് ഫയർവാളിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അതിന് പിങ് 192.168.80.84 ഇതും പിങ്ങബിളാണ്. അത് കാരണം എന്താ വെച്ചാൽ ഇത് സെയിം നെറ്റ്വർക്കാണ്. ഇത് എൻ്റെ ലാപ്ടോപ്പും ഈ ഫയർവാളും കണക്ട് ചെയ്തിരിക്കുന്നത് സെയിം നെറ്റ്വർക്കാണ്, സെയിം ISP നെറ്റ്വർക്കാണ്. അത് ഇൻ്റർനെറ്റ് കിട്ടുന്ന റൗട്ടറിൽ നിന്നാണ് ഡയറക്റ്റ് ഇത് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് രണ്ടും കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർഫേസിൽ നിന്ന് ഔട്ട് ആവുക. അതിനുശേഷം നമ്മൾ ഈ കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി കോപ്പി TFTP ഏത് TFTP എന്നുണ്ടോ ഫ്ലാഷ് വെച്ചാൽ നമ്മൾ ഫയർവാളിൻ്റെ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് കോപ്പി ചെയ്യണം, പേസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് കോപ്പി TFTP സെർവർ എവിടെയെന്ന് വെച്ചാൽ TFTP സെർവറിൽ നിന്ന് ഫയലിൽ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഫ്ലാഷിലോട്ട് നമ്മൾ ഫയർവാളിലോട്ട് അപ്ലോഡ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മളോട് ചോദിക്കുന്നത് അഡ്രസ് ഓർ നെയിം ഓഫ് ദ റിമോട്ട് ഹോസ്റ്റ്. നമ്മൾ റിമോട്ട് ഹോസ്റ്റ് ഇതാണ്. ഇവിടെയാണ് നമ്മൾ TFTP സെർവർ റൺ ചെയ്യുന്നത്. ഇവിടെ നമ്മളിപ്പോൾ നിലവിൻ്റെ മിനിമൈസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഈ TFTP സെർവർ. നമ്മൾ അതിനെന്താ ചെയ്യുക, അപ്പോൾ അതേപോലെ മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് ഈ IP അഡ്രസ്സ് അവിടെ മെൻഷൻ ചെയ്തെടുക്കുക. 84 നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അടുത്ത എവിടെ സോഴ്സ് ഫയൽ അതെന്ന് ചോദിക്കുന്നത്. സോഴ്സ് ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ഫയലിൻ്റെ പേര്. അതിന് ടോട്ടൽ ഈ ഫയൽ നെയിം ഡയറക്റ്റ് കോപ്പി ചെയ്യുക. ഇത് ഫയൽ നെയിം കോപ്പി ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഫയൽ നെയിം അടിക്കുന്നു. അതിനുശേഷം അതിൻ്റെ എക്സ്റ്റൻഷനും കൂടി അടിക്കുക. SPA കൂടി അടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഡെസ്റ്റിനേഷൻ ഒന്നും ചെയ്യേണ്ട, എൻ്റർ അടിച്ചാൽ മതി. അതിനുശേഷം നമ്മുടെ ഓൾറെഡി ഇതിൽ എക്സിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാനത് ഇതിന് മുമ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടൊന്ന് ഓവർറൈറ്റ് ചെയ്യണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓവർറൈറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഓവർറൈറ്റ് ചെയ്യുവാണെങ്കിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇതിപ്പോൾ കോപ്പി ചെയ്യുന്നുണ്ട്, സെയിം ഫയലിനെ കോപ്പി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ TFTP സെർവറിൻ്റെ സ്റ്റാറ്റസും കാണാൻ പറ്റും, നമ്മുടെ ഫയർവാളിൻ്റെ സ്റ്റാറ്റസും കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ബൂട്ട് ചെയ്യണം. തിരിച്ച് വീണ്ടും ഈ സിസ്റ്റത്തിന് ബൂട്ട് ചെയ്യണം. ബൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ OS ത്രൂ ബൂട്ട് ചെയ്യണമെന്ന് കൊടുക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ ബൂട്ട് സിസ്റ്റം ഫ്ലാഷിൽ നിന്ന് നമ്മൾ ഫ്ലാഷിലോട്ട് കോപ്പി ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫയൽ നെയിം കൊടുക്കുക. ഏതാണോ സോഫ്റ്റ്വെയർ നെയിം ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. .SPA എന്ന ഫയലിൽ നിന്ന് ബൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ,
അത് ബൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്ത് അത് ബൂട്ട് ആവുന്നുണ്ട്. പ്രിപ്പയർ ആൻഡ് ന്യൂ ഇമേജ് എന്ന് കാണിക്കുന്നില്ലേ. അപ്പോൾ അതായത് കോപ്പി ആയത് ഫ്ലാഷിലോട്ട് കോപ്പി ചെയ്ത ഫയലിനെ അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ കുറച്ചൊരു 2-3 മിനിറ്റ്സ് എന്തായാലും ഇപ്പോൾ സമയം വേണം. ഓക്കെ, ഇപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആണ്. ഇനി നമ്മളത് റൈറ്റ് ചെയ്ത് സേവ് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു, അതിൻ്റെ അതൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, റീലോഡ് അടിച്ച് കഴിഞ്ഞാൽ സിസ്റ്റം റീസ്റ്റാർട്ട് ആവും. പ്രൊസീഡ് വിത്ത് റീസ്റ്റാർട്ട്. അപ്പോൾ എസ് അടിക്കുക, അതിന് റീസ്റ്റാർട്ട് ആവും. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ iOS ബൂട്ട് ചെയ്യുന്നത് ലേറ്റസ്റ്റ് വെർഷൻ, അതായത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത ലേറ്റസ്റ്റ് വെർഷൻ ഉപയോഗിച്ചിട്ടാണ് iOS റൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ ലൈസൻസും കൂടി ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മുടെ സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ഫയർവാൾ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. അതിൻ്റെ വേർഷൻ ചേഞ്ച് ആയിക്കണമെന്ന് ആദ്യം നോക്കുക. 7.2 മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ലൈസൻസ് ആക്ടിവേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പം നിലവിലെ ലൈസൻസ് നമ്മൾ നോക്കാം. അൺരജിസ്റ്റേർഡ് ആണ് കാണുന്നുണ്ട്. അവിടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് അൺരജിസ്റ്റേർഡ് ആണ്. ഓക്കെ, ഇത് നമ്മൾ സ്മാർട്ട് അക്കൗണ്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ലൈസൻസും രജിസ്ട്രേഷൻ കീയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വലിയൊരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്മാർട്ട് അക്കൗണ്ട് ത്രൂ അത് ആക്ടിവേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പർട്ടിക്കുലർ ആയിട്ട് ലൈസൻസും കാര്യങ്ങളും നമ്മൾ സിസ്കോ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴോ അതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യേണ്ടതാണ്. എന്നാലാണ് നമുക്ക് എല്ലാ അതിൻ്റെ ഫെസിലിറ്റിയും അതിൻ്റെ ഫയർവാളിൻ്റെ അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള കമാൻഡ് നോക്കുക. അപ്പോൾ ഇപ്പോൾ സ്റ്റാറ്റസ് ഇവിടെ കണ്ട പോലെ രജിസ്റ്റേർഡ് ആണ്. അതിന് മുമ്പ് നമ്മൾ ഈ പർട്ടിക്കുലർ ഫയർവാൾ ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആണോ ഒന്ന് ഒന്നും കൂടി കൺഫേം ചെയ്യുക. ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആണ്. സോ പിങ് 888 എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ IP അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ പിങ് ചെയ്താൽ നമുക്കത് ഇൻ്റർനെറ്റ് റീച്ചബിൾ ആണ്. ഇനി അടുത്ത് നമ്മൾ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുള്ള കമാൻഡ് എന്ന് പറയുന്നത് ലൈസൻസ് സമ്മറി നമ്മൾ ആദ്യം എടുത്ത് നോക്കുക. അതിന് നമുക്ക് മനസ്സിലായി ലൈസൻസ് ഓതറൈസർ അല്ല എന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലൈസൻസ് സ്മാർട്ട് അക്കൗണ്ട് ത്രൂ ആണിത് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫിഗറേഷൻ മോഡ് ലൈസൻസ് സ്മാർട്ട് അക്കൗണ്ട് ത്രൂ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഏത് ഫീച്ചേഴ്സാണ് വേണ്ടത് നോക്കിയിട്ട് ഏതാണ് നമ്മുടെ ലൈസൻസ് ഉള്ളത് നോക്കുക. സ്റ്റാൻഡേർഡ് ലൈസൻസിൽ പോകുക. അതിനുശേഷം സ്ട്രോങ് എൻക്രിപ്ഷൻ വേണമെങ്കിൽ അതും കൊടുക്കാം. നമുക്ക് കണ്ടില്ല, ഇതിൻ്റെ സ്ട്രോങ് എൻക്രിപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ ലൈസൻസ് ഡിവൈസസ് രജിസ്റ്റേർഡ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈസൻസ് കോപ്പി ചെയ്ത് സ്മാർട്ട് അക്കൗണ്ട് ത്രൂ ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈസൻസ് കോപ്പി ചെയ്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലൈസൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ബാക്ക് വന്നിട്ട് നമ്മൾ ഷോ ലൈസൻസ് സമ്മറി അടിച്ച് നോക്കുക. ലൈസൻസ് സമ്മറി സോ ഇവിടെ ഷോ ലൈസൻസ് സമ്മറി അടിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത് ലൈസൻസ് സ്മാർട്ട് ലൈസൻസ് എനേബിൾഡ് ആയിട്ടുണ്ട്, രജിസ്റ്റേർഡ് ആണ്, ഡിവൈസ് രജിസ്റ്റേർഡ് ആണ്, അത് ഏത് അക്കൗണ്ടിലാണെന്നുള്ള എല്ലാ ഡീറ്റെയിലും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫയർവാളിൻ്റെ സോഫ്റ്റ്വെയർ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും നോക്കിയിട്ടുണ്ട്. താങ്ക് യു.